ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷമൊന്നും പറയാനില്ല. എന്തൊക്കെ ഇടയ്ക്കൊക്കെ മനസ്സിന് ഓരോന്നൊക്കെ തോന്നുമ്പോൾ എടുത്തിടുന്നതാണ്. മനസ്സിൻ്റെ ഓരോരോ വിഷമങ്ങൾ വലിയ രീതിയിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചാനലുകളും യൂട്യൂബുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റയൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അതായത് നമ്മുടെ മനസ്സൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റൊന്നുമല്ല, എന്തിനെന്നറിയില്ല. ഒരുപാട് നാളായി എന്നോട് ദൈവം ഒരുപാട് പരീക്ഷണങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്നും എനിക്കറിയില്ല. ഒന്നൊഴിയുമ്പോൾ ഓരോരോ പരീക്ഷണങ്ങൾ ദൈവം എനിക്കിട്ട് ഒരിക്കലും കരകയറാൻ എന്നെ അനുവദിക്കില്ല. എന്തെങ്കിലുമൊക്കെ വേദനകൾ ഇങ്ങനെ കൊണ്ടെനിക്ക് തരും. എല്ലാവരും വിചാരിക്കുന്നുണ്ടോ എനിക്ക് വല്ല തലയ്ക്ക് വട്ടാണോ? അല്ല, തലയ്ക്കൊന്നും വട്ടല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാനുള്ളൊരു ഭ്രാന്തുമല്ല. ജീവിതം മടുത്തു. ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മുടെ കൂടെ നിന്ന് ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? മടുത്തു. ഒന്നല്ല, ഒന്ന് മാറി ഓരോ ദുരിതങ്ങൾ എന്നെ വേട്ടയാടും. ഒരിക്കലും ഒന്ന് മാറി തിരിഞ്ഞും മറിഞ്ഞും പലതും നമ്മളെ വേട്ടയാടും. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം. ശരിയാണ്, ജീവിതമാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധിഘട്ടങ്ങളും എല്ലാം വരും. അത് തരണം ചെയ്ത് പോകാനായിട്ട് നമ്മളും പഠിക്കണം. എന്ത് വന്നാലും ഏത് വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി നമുക്കുണ്ടാവണം. അത് നമുക്ക് ആരും ഉണ്ടാക്കി തരില്ല. ആ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുമില്ല. മനോധൈര്യം എന്ന് പറയുന്നത് അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അതിനെൻ്റെ കൂടെയുള്ള ആൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഉപദേശം കൊടുക്കുന്നുണ്ട്, ഇതൊന്നും മനസ്സിലായി. ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാക്കി അവസാനം നമ്മുടെ ജീവിതം വെച്ച് വേട്ടയാടുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയുക? ആർക്കും നമ്മളെ ഇഷ്ടമല്ല, മനുഷ്യനും നമ്മളെ ഇഷ്ടമല്ല. എല്ലാവർക്കും നമ്മുടെ വെറുപ്പേ ഉള്ളൂ. നമ്മളെ ദ്രോഹിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇടയ്ക്ക് ചിന്തിച്ചു നോക്കണം. നമ്മൾ ചിരിച്ചു കളിച്ച് പറഞ്ഞ എല്ലാവർക്കും നമ്മളോട് സ്നേഹമാണോ വാത്സല്യമാണോ? ചിന്തിച്ച് നോക്കുക. കാരണം ചിരിച്ചു വരുന്ന എത്ര പേർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, എത്ര പേർക്ക് നമ്മളോട് വാത്സല്യമുണ്ട്. എല്ലാം ഒരു ചിരിയിൽ ഒതുക്കി നമ്മുടെ അടുത്ത് വരുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ എങ്ങനെ പോകുന്നു, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, നമ്മുടെ സങ്കടങ്ങൾ എന്താണ്, അതൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരു വരവാണ്. അല്ലാതെ നമ്മളോട് സ്നേഹം കൊണ്ട് വരുന്നതൊന്നും അല്ല. ആർക്കും സ്നേഹം കാണും, കുറച്ച് പേർക്ക് കാണും. എല്ലാവരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തകർച്ചയിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി വരുമ്പോൾ അടുത്ത ദുരന്തം എന്നെ തേടി വന്നിരിക്കും. അതേ ഗ്യാപ്പൊന്നുമില്ല. ഒരു 6 മാസം 7 മാസം 8 മാസം 9 മാസം ഗ്യാപ്പിൽ അടുത്ത ദുരന്തം എൻ്റെ അടുത്ത് എത്തിയിരിക്കും. അത് തീർച്ച. എന്തൊക്കെ വന്നാലും ഞാൻ പിടിച്ചു നിൽക്കാൻ തയ്യാറാണ്. എന്തോ എൻ്റെ മനസ്സിലൊരു മനോധൈര്യം ഭാഷയുണ്ട്. മനസ്സിൽ നമ്മളെ അകറ്റി നിർത്തിയവരല്ലേ, നമ്മളെ വെറുപ്പിച്ചവരെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട. അതെന്നും എൻ്റെ ഉള്ളിലുണ്ടാവും. ഞാനത് കണ്ടു തന്നെ ഇരിക്കുന്നത്. എന്നെ ഒരിക്കൽ വേദനിപ്പിച്ചല്ലേ, ഒരിക്കലും എന്നെ കണ്ണീര് കുടിപ്പിച്ച ആള് അല്ല അവരെ എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വേണ്ടെന്ന് എന്നെ കരുതുന്നത്. കാരണം അവരാരും ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കവർ വേണ്ട. അതിപ്പോൾ സ്വന്തമാകാം, ബന്ധുവാകാം, കൂട്ടുകാരാവും, അയൽവക്കക്കാരാവും, ആരും ആവാം. അവരാൽ ഞാൻ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ബന്ധം വേണ്ട എന്നുള്ള രീതിയിലൊരു പോളിസിയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഞാൻ പോകുന്നത്. ഒരു കൂട്ടുകാരിയാണെങ്കിൽ പോലും നമ്മുടെ ഒരു കൂടെ അല്ല, നമ്മുടെ ആവശ്യങ്ങൾക്കില്ലെങ്കിൽ പിന്നെ അവരെന്ത് കൂട്ടുകാരാ, എന്ത് ആൾക്കാരാ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എൻ്റെ ഒരു ഇതങ്ങനെയാണ്. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ളൊരു ബോധമില്ല. കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ. എല്ലാം മനസ്സിലാക്കി ഒന്ന് ജീവിച്ചുകൂടെ? ഇനി എന്താ ഇവർക്ക് എന്നോടൊപ്പം ഇങ്ങനെ ജീവിക്കാൻ പറ്റുക? ജീവിക്കുന്നത് ഒരുപാട് ആഗ്രഹം എനിക്കുണ്ടെങ്കിലും ഈ മനുഷ്യന്
ഓർക്കുമ്പോഴാ സങ്കടം. ഇതൊക്കെ എൻ്റെ സന്തോഷം, എൻ്റെ മനസ്സമാധാനം.